അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ഭീഷണിയാണ് ഹൂതികൾ. ചെങ്കടൽ തീരത്ത് തങ്ങളുടെ സ്ഥാനം ഹൂതികൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ നിർണായക സ്ഥാനം തന്നെയാണ് ഇസ്രായേലിനെതിരെ പോരാടാനുള്ള ഹൂതികളുടെ ശക്തിയും. ഹൂതികളെ വകവരുത്താൻ വിവിധ രാജ്യങ്ങളുടെ നാവികസേനാ സംഘത്തെ അമേരിക്ക സംഘടിപ്പിച്ചു. എന്നിട്ടും ഹൂതികളിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ അനുകൂല കപ്പലുകളെ ഹൂതികൾ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. സിറിയയിലേക്ക് ശ്രദ്ധ മാറ്റിയ ഇസ്രായേലിനെ ആ സമയത്ത് തന്നെ കൃത്യമായി ഹൂതികൾ ആക്രമിച്ചിരിക്കുകയാണ്. ഇതിനു പകരമായി ഇസ്രായേലും ഇപ്പോൾ യമനിൽ കനത്ത വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഇതിനെല്ലാം കൂടി ചേർത്ത് ഹൂതികൾക്ക് വലവിരിക്കാനായി അമേരിക്ക കച്ചകെട്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഹൂതി മേഖലയിലേക്ക് വരുന്ന കപ്പലുകളെ തടഞ്ഞ് അതുവഴി ഹൂതികൾക്ക് ആയുധം എത്തുന്നത് തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. പക്ഷെ അമേരിക്കയുടെ ലക്ഷ്യത്തിന് തടസ്സങ്ങളേറെയാണ്. ഹൂതികളെ ഒതുക്കാൻ പ്രധാനമായും 2 വഴികളാണ് അമേരിക്ക പുതുതായി തേടുന്നത്. ഒന്ന്, ഹൂതി മേഖലകളിൽ എത്തുന്ന കപ്പലുകളെ തടയാൻ ഐക്യരാഷ്ട്രസഭയുമായി ചേർന്നുള്ള പദ്ധതി. 2, ഹൂതികളെ തീവ്രവാദ സംഘമായി പ്രഖ്യാപിക്കുകയാണ്. ഇത് രണ്ടും ഫലപ്രദമായി നടപ്പിലാക്കാൻ അന്താരാഷ്ട്ര പിന്തുണ തേടുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും. നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ യമൻ നിരീക്ഷണ സംഘം പ്രവർത്തിക്കുന്നത് ജിബൂട്ടിയിലാണ്. ചെങ്കടലിൽ യമന് എതിർഭാഗത്തുള്ള രാജ്യമാണ് ജിബൂട്ടി. ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ UN വെരിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ മിഷൻ ഫോർ യമൻ എന്ന സംഘമാണ് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ 2016 സ്ഥാപിച്ച ഈ മിഷന്റെ അധികാരം പരിമിതമാണ്. ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാൻ ഇവർക്കിപ്പോൾ അധികാരം ഇല്ല. അതുകൊണ്ട് തന്നെ UN ഹൂതികൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആയുധ ഉപരോധം നടപ്പാക്കുന്നത് പരിമിതമായ അളവിൽ മാത്രമാണ്. ഹൂതികൾക്ക് മേലുള്ള ആയുധ ഉപരോധം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കിയെടുക്കാനാണ് അമേരിക്കയുടെ ശ്രമം. അതിൻ്റെ ഭാഗമായി യമനിലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ജിബൂട്ടി സന്ദർശിച്ചു. ജിബൂട്ടി കേന്ദ്രീകരിച്ച് ഹൂതികളെ ഉപരോധിക്കാനുള്ള പദ്ധതികൾ അമേരിക്ക തയ്യാറാക്കുകയാണ്. മാത്രമല്ല, ഹൂതികൾ എന്ന അൻസർ അല്ലാഹ് സംഘത്തെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്താനും അമേരിക്ക ശക്തമായ നീക്കം നടത്തുകയാണ്. അതുവഴി ഹൂതി നിയന്ത്രണത്തിലുള്ള യമൻ മേഖലകളിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകരെ മാറ്റി നിർത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്കൻ നീക്കങ്ങളെ റഷ്യൻ ഇറാൻ ബന്ധം ഉപയോഗിച്ച് മറികടക്കാനാണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത്. ഹൂതികൾക്കായി വെടിക്കോപ്പുകൾ നൽകാൻ റഷ്യ തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ റഷ്യ ഹൂതികൾക്ക് ആയുധം നൽകിയെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ സഹായവും ഹൂതികൾക്ക് ഉറപ്പാണ്. ഇതുപയോഗിച്ച് കപ്പലുകൾക്ക് മേലുള്ള ആക്രമണം തുടരാനാണ് ഹൂതികളുടെ നീക്കം. ഗസയിൽ ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതുവരെ ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ ഇസ്രായേൽ അനുകൂല കപ്പലുകളെ വെറുതെ വിടില്ല എന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം. ലോക വ്യാപാരത്തിൻ്റെ 12% ചെങ്കടലിലൂടെയാണ് നടക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി വാണിജ്യപരമായി തന്ത്രപ്രധാന മേഖലയായ ചെങ്കടലുമായി ചേർന്ന് കിടക്കുന്ന പശ്ചിമ യമനാണ് ഹൂതികളുടെ കേന്ദ്രം. ചെങ്കടലിലൂടെ പോകുന്ന ഓരോ കപ്പലും സായുധരായ ഹൂതികളുടെ നിരീക്ഷണത്തിലാണ്. 2003 ശേഷം 320 ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. ഗസയിലെ ഇസ്രായേൽ അധിനിവേശത്തിന് ശേഷം ആക്രമണത്തിന്റെ തോത് കൂടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ മെഡിറ്ററേനിയനിലേക്ക് പോകുന്നത് ആഫ്രിക്കൻ തീരമായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ്. കപ്പലുകൾക്കെതിരെ മാത്രമല്ല, സൗദിക്ക് മുകളിലൂടെ ഇസ്രായേലിലേക്കും ഹൂതികൾ മിസൈൽ തൊടുത്തു. ഗസയിലെയും ഹിസ്ബുള്ളയ്ക്കുമെതിരായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹൂതികൾ അയച്ച മിസൈൽ ഇസ്രായേൽ പതിച്ചിരുന്നു. പേരുകേട്ട എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്ന് മിസൈലുകൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ഹൂതികളെ നിലയ്ക്ക് നിർത്തേണ്ടത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആവശ്യമാണ്. ഹൂതികളെ അമർച്ച ചെയ്താൽ ഇറാനും റഷ്യയും പശ്ചിമേഷ്യയിൽ കൂടുതൽ അപ്രസക്തരാകും. അതുകൊണ്ട് തന്നെയാണ് പുതിയ തന്ത്രങ്ങളുമായി അമേരിക്ക രംഗത്തെത്തുന്നത്.